ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ എൻ്റെ അളിയൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. ഒരു ഗ്രില്ല് ചെയ്യുന്ന ഇതിന് വേണ്ടി വന്നതാണ്. ഒരു അടാറ് സർപ്രൈസ് ഇങ്ങോട്ട് കിട്ടി കേട്ടോ. അതെന്തായാലും പറയാം. ഇന്ത്യൻ ബേക്സറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ വീട്ടുകാരും ഇല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്നത് എൻ്റെ അളിയൻ്റെ ചേച്ചിയുടെ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല, അവർ പുറത്തുപോയി. സർപ്രൈസായിട്ട് നേരത്തെ വന്നതാണ്. അവർ നമുക്ക് സർപ്രൈസ് തന്നു. അവർ താമസിക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ നല്ല വെള്ളവും. വന്ന സമയത്ത് ഞാൻ കണ്ടൊരു വണ്ടി കേട്ടോ, MGയുടെ വണ്ടി. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എന്ന് തോന്നുന്നു, കേരളത്തിലൊന്നുമില്ല. പിന്നെ ജെറ്റൂർ എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട് കേട്ടോ. എൻ്റെ പേര് ജെറ്റൂർ എന്നാണോ എന്നറിയില്ല. ഇതൊരു നല്ല വണ്ടി കേട്ടോ. ഡ്രൈവർ പറഞ്ഞ ആ ഒരു ഫീല് ജീപ്പിൻ്റെ പോലെ. ജെറ്റൂർ കേട്ടോ. വേറെ കമ്പനിന്ന് എനിക്കറിയില്ല. ഇതൊരു ലോക്കൽ ഏരിയ ആണ്. ഇതൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ചിലവ് കുറവാണെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടെ താമസിക്കുന്ന ഒരു വില്ല സെറ്റപ്പ്. അവിടെയാണ് കെർഫൂർ വരുന്നത്. ഈ ഷാർജ ഇവിടെയുള്ള കെർഫൂർ അവിടെയാണ് വരുന്നത്. ആ ലൈറ്റ് കാണുന്നില്ലേ, അതാണ്. അല്ലെങ്കിൽ കരി കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇന്ന് മിക്കവാറും തീ കത്തിച്ചിട്ട് തീയെല്ലാം കൂടെ പറത്തി ഇതുവഴി അപ്പുറത്തെ അറബിയുടെ വീട്ടിൽ വിടും. അറബി നമ്മളെ അയ്യത്തിടും. ഇതാണ് സംഭവം നടക്കാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര അലയും വിളിയൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെ സൗണ്ടിനകത്ത് കേൾക്കും ദൈവം തമ്പുരാനറിയാം. ഇതൊരു ചെറിയ ഒരു വില്ലയാണ്. ഇവിടെയൊക്കെ ഓപ്പണായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് അടച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ നല്ല ഇവിടെ വന്നൊരു കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രഷ് എയർ കൊള്ളാൻ നല്ലതായിരിക്കും. ഒരു ചാക്ക് കരി, സ്പെഷ്യൽ ചാർക്കോൾ. ഈ ഒരു അതിനകത്ത് ഫുള്ള് ചാർക്കോളാണ്. ഇതിപ്പോൾ ആ ചാക്ക് മുഴുവൻ വേണ്ടി വരുമോ? കത്തി വന്നു കനലാകത്തില്ലേ? കനലായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാ. അവിടെ ചെളിയാന്ന് തോന്നുന്നു. അവിടെ ഭയങ്കര സെറ്റപ്പ് അല്ലേ? അതെന്തോ മണ്ണെണ്ണ പോലത്തെ നമ്മുടെ അതാണോ? ഈ പാമ്പ് വരാതിരിക്കാനൊക്കെ ഈ സാധനമൊക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇങ്ങനെ കുപ്പിയിലൊന്നും കിട്ടത്തില്ലെന്ന്. അവിടെ ഒരു ടെൻറ്റ് കണ്ടോ? ആ ടെൻറ്റ് എന്തോ അല്ലേ? ഓഹോ, ഇവിടെ നെറ്റി നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ഇതൊരു വിജനമായ പറമ്പ് കേട്ടോ. ഇവിടെ ഈ സ്ഥലം മേടിച്ചിട്ട് നമുക്ക് ഓ, എനിക്ക് വെള്ളം കയറി പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഈ മണ്ണൊക്കെ ഇങ്ങനെ കിടക്കുന്നല്ലേ. ഇവിടെ ഈ മതിലില്ലാതെ ഇവിടെ ഒരു ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു അല്ലേ? പ്രൈവസിയുടെ അല്ല, ഒരു മറ വെച്ചാൽ പോരെ ഇറങ്ങാൻ. കൊള്ളാം. എന്തായാലും ഇന്ന് ഈ ചാർക്കോൾ മൊത്തം തീർക്കുമെന്ന് തോന്നല്ലേ. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ തീ ഇത് ബ്ലോവറാണ് കേട്ടോ. കല്ല് ഇത് തീ നിർത്താൻ വേണ്ടിയാണോ അതോ കനലായി കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പിന്നെ ഇതെല്ലാം കരിയെല്ലാം കൂട്ടിയിട്ട് ബ്ലോവർ വെച്ച് അടിച്ചിട്ട് അത് മൊത്തം നീറി ഇതാക്കും. മനസ്സിലായി. കത്തിക്കാൻ വേണ്ടി മാത്രം നമ്മൾ തീ ഇടും. ഗ്രില്ല് ചെയ്യുമ്പോൾ തീ വരത്തില്ല. മറ്റേ ചെറിയ ഇതിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര നേരം ഇങ്ങനെ കത്തിക്കേണ്ടി വരും? ആദ്യം ഈ കത്തി വരുന്ന സമയം എടുക്കത്തുള്ളൂ. അല്ല, എന്നാലും എത്ര നേരം എടുക്കുമെന്ന് അങ്ങനെയല്ല കാൽക്കുലേഷൻ? ഇല്ല, അത് കത്തുന്ന പോലെ ഇരിക്കും. ഈ കത്തി വരുന്ന സമയം കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഒരു സെറ്റ് ആകാൻ വേണ്ടി സമയം എടുക്കും. ഈ കത്തി ഇത് നമ്മൾ നല്ല ടൈം എടുക്കും. രണ്ടാമത്തെ സെറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ എത്ര മണിയായി? ഇവിടെ 8:52 8:52 തൊട്ട് ഇന്ന് രാത്രി 10 മണി 11 മണി ആയാലും ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റ്
അളിയൻ പുകച്ച് കയറ്റും കേട്ടോ. ഇത് മുഴുവൻ മൂക്കിലടിച്ച് ഭ്രാന്താവും ഞാൻ. ഒന്നാമത് എനിക്ക് തല കറങ്ങിയിട്ട് നിൽക്കാൻ വയ്യ. വെച്ചാൽ നാട്ടുകാരെ ഉറക്കും. അത് മൊത്തം പുകച്ചിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ എന്തോ ചെയ്യുന്നതെന്ന് കൊടുക്കുന്നില്ല. പുകച്ച് ചാവുക. അളിയൻ ബ്ലോവർ വെച്ച് അടിച്ച് പുകച്ച് സെറ്റാക്കിയിട്ട്. അളിയനെ സഹായിക്കാൻ അളിയൻ്റെ മോൻ പോയിട്ടുണ്ട്. മിക്കവാറും തീപ്പൊരിയൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ വരുന്നൊരു വരവുണ്ടാവും. Nathan, you will be there in my next video. Oh my God, nah, Nathan, you will be there, huh? Yeah. Do it. Do it. അത് ഓൾറെഡി ഓഫാ. ഓഫായ സാധനമാടേ ഉപയോഗിക്കുന്നത്. അയ്യോ, അങ്ങനെ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ചിക്കൻ എടുക്കുക. നമുക്ക് ചിക്കനും സോസേജും ഫിഷും നമ്മൾ ചെയ്യുന്നുണ്ട് ഗ്രില്ലായിട്ട്. ചിക്കനും ഫിഷും ഉണ്ട് കേട്ടോ. ചുമ്മാ നമ്മുടെ ടൈം പാസിന് ചെയ്യുന്നു. സോസേജും ഒക്കെ ഉണ്ട്. സോസേജ് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് വേണ്ടി. ഇത്ര ചിക്കൻ ബാക്കി നമ്മള് അത് സോസേജ് ആയിരുന്നോ? ഞാൻ കോഴിയുടെ പെടലാണെന്ന് വിചാരിച്ചത്. ഇത് സോസേജ് ആണ്. പെടലല്ല. പിന്നെ നമുക്ക് കുറച്ച് മീനുണ്ട്. Oh my നമ്മൾ God. ചെറിയ കുഞ്ഞമത്തിയും പിന്നെ ഒരു മീൻ. ആ ഒരു മീൻ എനിക്ക് വേണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ചുമ്മാ പറഞ്ഞ ഇത് അറേഞ്ച് ചെയ്യണോ? വേണ്ടല്ലോ. ഈ ഗ്യാപ്പ് ഗ്യാപ്പ് അതൊക്കെ ചോദിക്കാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ച് കാണാം. നമുക്ക് അടുത്ത അത് സോസേജ് എടുത്ത് നോക്കണം എന്നെടുക്ക്. സോസേജ് നീളം വേണോ? ഫേസ് ഉണ്ട്. വളരെ കഷ്ടപ്പെട്ട് ചിക്കൻ എടുത്ത് വയ്ക്കുക കേട്ടോ. അളിയൻ പുതിയ സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്നു കേട്ടോ. ഇതിങ്ങനെ നമ്മളിത് ലോക്ക് ചെയ്യുന്നത്. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു. ചെറിയ കനലാക്കി സെറ്റാക്കിയിട്ട് അതിന് മുകളിൽ ചിക്കൻ വെക്കുക കേട്ടോ. ചിക്കൻ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എത്ര നേരം എടുക്കും കളിയാ? കല്ല് കുറച്ചിട്ടുള്ളൂ. ഇനി കുറേ സമയം എടുക്കും. ഞാൻ അടുത്ത സെറ്റ് അവിടെ റെഡി ആക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ചിക്കൻ വെച്ചോടനെ തന്നെ ആയോ എന്ന് നോക്കിയിരിക്കുന്ന അളീനൊക്കെ ഉണ്ട്. പണ്ട് അളീനെ വീശാൻ കൊണ്ട് കൊടുക്കുന്ന സാധനം കണ്ട ഇടയ്ക്കിടെ ഗ്രില്ല് കഴിക്കാൻ പോവാ കേട്ടോ. അളിയൻ എന്നും അമ്മ വീശി വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ ചിക്കൻ വീശി കൊടുക്കുന്നുണ്ടോ. ചിക്കന് വീശി കൊടുക്കുന്ന അളിയൻ. അതെങ്ങനെ അത്രയ്ക്ക് പെട്ടെന്ന് കരിഞ്ഞോ? അളിയല്ലേ പറഞ്ഞ ഇപ്പം കരിയത്തില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞേ. ഇതെന്തിനാ അളിയ? അളിയന് ചിക്കന് ചൂട് കിട്ടുമ്പോൾ തണുപ്പിക്കും. അളിയൻ വീശി കൊടുക്കുന്നത്. അങ്കിൾ എത്തി നോക്കുന്നുണ്ട്. അങ്കിളുടെ മകൻ കഷ്ടപ്പെടുക അങ്ങളെ ചിക്കൻ തിന്നാൻ വേണ്ടി. ഞാൻ അത് വീഡിയോ ആക്കി നെറ്റിലിടുന്നു. ചിക്കൻ കരിഞ്ഞു പോയിരുന്നു കേട്ടോ. നമുക്ക് തിരിച്ചിടണ്ടല്ലോ. ഇവിടെ നിന്ന് തിരിച്ചിട്ടതല്ലേ അങ്ങോട്ട്. ഇത് എത്ര നേരം നമ്മളിങ്ങനെ വെക്കേണ്ടി വരും? ഇന്നത്തെ ഗ്രില്ലിൻ്റെ ഷെഫ്. ഇത് വീടിൻ്റെ ബാക്കാണ് കേട്ടോ. വേറെ ഇത് വീടിൻ്റെ ബാക്കിലിരുന്നിട്ടായി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ സൗകര്യക്കുറവുകളൊക്കെ ഉണ്ട്. നേരത്തെ ഈ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലിരുന്ന് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞല്ലേ. അന്ന് നമ്മൾ ഫുള്ളും മലയാളീസ് ഉണ്ട്. അതിനെ പറ്റി നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഹിന്ദിക്കാരുണ്ടായിരുന്നു. അവരാണ് ഏറ്റവും ഫ്രണ്ട് ചെയ്യുന്നോണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ വന്ന് അവിടെ ജോലി ചെയ്തു.
കല്ല വെച്ചിട്ട് ഇതുപോലെ നെറ്റ് ചെയ്ത് കിട്ടും. പക്ഷെ ഇതിനകത്ത് ഇച്ചിരി കാറ്റ് കയറണം കരിക്കേ, അപ്പൊ എളുപ്പം. അതിനല്ലേ എൻ്റെ ഇതിരിക്കുന്നേ. ഇങ്ങനെ അച്ഛൻ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ പോകും. നല്ല സെറ്റപ്പല്ലേ അവൻ ഓഫ് ചെയ്തിട്ടേ. അത് ബ്ലോർ അതിനകത്ത് കാറ്റടിക്കുന്നു. ഇരിപ്പുണ്ട് നീളമുള്ള, ഞാൻ അതും ഇരിപ്പുണ്ട്. ചിക്കൻ ആയോ നോക്കുന്ന അളിയൻ. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ചിക്കൻ്റെ കണക്ക്, കുറേ ഉണ്ടായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ബാക്കി വീഡിയോ എടുക്കാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുറച്ച് ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.